ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മള് അധ്യായം 7 സൃഷ്ടിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അതിൽ നമ്മൾ ഇന്നലെ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മൾ ഇന്നലെ എടുത്ത ശ്ലോകത്തില് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം ഇട്ടതിനെ കുറിച്ചാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ ഇന്നലെ? ഹരേ കൃഷ്ണ. ഓർമ്മയുണ്ടോ ഇന്നലെ എന്തൊക്കെ പറഞ്ഞു നമ്മള്? ഓർമ്മയുണ്ട്. എന്താ പറയാ, ദ്രൗപദിയുടെ 5 മക്കളുടെ ശിരസറുത്ത് അശ്വത്ഥമാവ് എന്ത് ചെയ്തു? അത് ദുര്യോധനന്റെ സന്തോഷത്തിനായിട്ട് ദുര്യോധനൻ സമർപ്പിച്ചു. പക്ഷെ ദുര്യോധനൻ അതുകൊണ്ട് സന്തോഷം തോന്നിയില്ല. പിന്നെന്താ കണ്ടത് നമ്മള്? അങ്ങനെ ദ്രൗപദിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആരാണ്? അർജുനൻ. അർജുനൻ പറയാണ്, നിനക്ക് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞ ആ ബ്രാഹ്മണന്റെ അശ്വത്ഥമാവിന്റെ ശിരസ് സമ്മാനിച്ചതിന് ശേഷം നിന്റെ കണ്ണിലെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. പിന്നെ അവന്റെ ശിരസിൽ കയറി നിന്നിട്ട് നിനക്ക് സ്നാനം ചെയ്യാന്നാണ് അർജുനൻ പറയുന്നത്. ഒരു ദേഷ്യം അങ്ങനെയാണ് അർജുനൻ പറയുന്നത് അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അർജുനൻ എന്ത് ചെയ്യാണ്? കൃഷ്ണ ഭഗവാനാൽ നയിക്കപ്പെട്ട അർജുനൻ പടച്ചട്ടയണിഞ്ഞ് ഉഗ്രങ്ങളായുള്ള ആയുധങ്ങൾ എടുത്ത് ദ്രോണാചാര്യ പുത്രനെ വധിക്കാൻ പുറപ്പെട്ടു. അപ്പൊ അത് ദൂരെ നിന്ന് തന്നെ കണ്ടപ്പോ തന്നെ ആർക്ക് മനസ്സിലായി? അശ്വത്ഥമാവിന് അശ്വത്ഥമാവ് എങ്ങനെ രക്ഷപ്പെട്ടു എന്നാ പറയണത്? ബ്രഹ്മാവ് ശിവനെ ഭയന്ന് ബ്രഹ്മാവ് ഓടിപ്പോയതുപോലെ സ്വരഥത്തിൽ പലായനം ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ തന്റെ അശ്വങ്ങൾ തളരുന്നത് കണ്ട് അശ്വത്ഥമാവ് ബ്രഹ്മസൂത്രം എന്ന ആയുധം പ്രയോഗിക്കുക, അല്ലാതെ തന്റെ സംരക്ഷണത്തിന് പോമഴിയില്ലെന്ന് ചിന്തിച്ച് അശ്വത്ഥമാവിന്റെ അതായത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കല്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ളത് ആര് ചിന്തിക്കാണ്? അശ്വത്ഥമാവ്. അതുവരെയാണ് നമ്മൾ എത്തിയത് അല്ലെ? അതെ.
അപ്പൊ അശ്വത്ഥമാവ് ഒരു ബ്രാഹ്മണനാണ്. പക്ഷെ എന്നിട്ടും ഒരു ബ്രാഹ്മണന് ചേർന്ന പ്രവൃത്തിയല്ല ആരവിടെ ചെയ്യുന്നത്, അശ്വത്ഥമാവ് ചെയ്യുന്നത്. അശ്വത്ഥമാവിന് ബ്രഹ്മാസ്ത്രത്തിനെ കുറിച്ച് എങ്ങനെയാണ് ജന്മം കൊണ്ട് ബ്രാഹ്മണൻ അതെങ്കിലും അപക്വമായതിനാൽ തീരുമാനം അപക്വമായതിനാൽ അവനെ ബ്രാഹ്മണപുത്രൻ എന്ന് പറയുന്നെന്ന് അശ്വത്ഥമാവിനെ. അശ്വത്ഥമാവ് അത് ബന്ധു എന്ന് പറയല്ലേ, നമ്മള് ദ്വിജബന്ധു, ബ്രാഹ്മണ ബന്ധു എന്ന് പറഞ്ഞിട്ട് ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും കർമ്മം കൊണ്ട് എന്തല്ല, ബ്രാഹ്മണനല്ല. ബ്രാഹ്മണല്ല, വിവേകിയായ ഒരാളെ ബ്രാഹ്മണൻ എന്ന് പറയാം. അയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ബന്ധു എന്ന് അവിടെ പറയുന്നത് അല്ലെ, ബ്രാഹ്മണാത്മജ എന്നല്ല പറയുന്നത് അവിടെ, ബന്ധു എന്നായിട്ടാണ് പറയുന്നത്. അപ്പൊ അതുവരെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ശ്ലോകം 20-ലേക്കല്ല നമുക്കിനി പോണ്ടത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. അഥോപസ്പൃശ്യ സലിലം സന്തതേ തത്സമാഹിതാഃ അജാനന്നപി സംഹാരം പ്രാണകൃച്ഛ്രാ ഉപസ്ഥിതേ. അഥോപസ്പൃശ്യ സലിലം സന്തതേ തത്സമാഹിതാഃ അജാനന്നപി സംഹാരം പ്രാണകൃച്ഛ്രാ ഉപസ്ഥിതേ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. സംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഥ അപ്രകാരം, ഉപസ്പൃശ്യ പരിശുദ്ധിക്കായി സ്പർശിച്ച്, സലിലം ജലം, സന്തതേ മന്ത്രങ്ങൾ ഉരുവിട്ടു, തത് അത്, സമാഹിതഃ ഏകാഗ്രചിത്തനായി, അജാനനൻ അറിയാതെ, അപ്പി എങ്കിൽ തന്നെയും, സംഹാരം പിൻവലിക്കൽ, പ്രാണകൃച്ഛ്ര ജീവൻ അപായത്തിലായതിനാൽ, ഉപസ്ഥിതേ അത്തരം അവസ്ഥയിൽ അവസ്ഥിതനായി തീരുകയാൽ. വിവർത്തനം. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം. തന്റെ ജീവൻ അപകടത്തിലാകയാൽ അണ്വായുധങ്ങളെ പോലുള്ള അത്തരം ആയുധങ്ങൾ എപ്രകാരമാണ് പിൻവലിക്കേണ്ടതെന്ന് അറിയാതിരുന്നിട്ടും പരിശുദ്ധീകരണാർത്ഥം ജലം സ്പർശിച്ച് അവ പ്രായോഗിക്കാനുള്ള മന്ത്രോച്ചാരണങ്ങളിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോ ഇവിടെ എന്താ പറയണത്, അശ്വത്ഥമാവിന് മനസ്സിലായി തന്റെ ജീവൻ അപകടത്തിലാണ്, അപ്പൊ ഇനി എന്താണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കല്ലാതെ വേറൊരു വഴിയില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം അതിന് തുനിയാണ്. പക്ഷെ എന്താണ്, ആയുധങ്ങൾ എപ്രകാരമാണ് പിൻവലിക്കേണ്ടതെന്ന് അറിയാതിരുന്നിട്ടും, പക്ഷെ അതിനെന്തറിയില്ല, ആ ബ്രഹ്മാസ്ത്രം എങ്ങനെയാണ് തിരിച്ചെടുക്കേണ്ടതെന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മള് അസ്ത്രവും ശസ്ത്രവും രണ്ടെണ്ണം ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞ അസ്ത്രം ഉണ്ട്, രണ്ടാമത്തെ ഒരു ശസ്ത്രം ഉണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അസ്ത്രവും ശസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം, ബ്രഹ്മാസ്ത്രം. പിന്നെ നമ്മൾ ശസ്ത്രങ്ങൾ എന്നല്ല പറയണത് മറ്റുള്ളതൊക്കെ അല്ലെ. എന്ത് തമ്മിലുള്ള വ്യത്യാസം? അസ്ത്രം എന്ന് പറയുമ്പോ അത് മന്ത്രോച്ചാരണങ്ങളിലാണ് വരുന്നത്. എങ്ങനെയാണ്? മന്ത്രം കൊണ്ടാണ് അത് പ്രയോഗിക്കുന്നത്. മറ്റേത് കൈകൊണ്ട്, കൈക്കരുത്ത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശസ്ത്രങ്ങൾ ചെയ്യുന്നത്. കൈക്കരുത്തുകൊണ്ട്, കൈകൊണ്ട് നമ്മൾ തൊടുത്തു വിടുന്നതാണ് ശസ്ത്രങ്ങൾ. അസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മന്ത്രങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ്, ആരാണ് ദ്രോണന്റെ പുത്രൻ? അശ്വത്ഥമാവ് അല്ലെ. അശ്വത്ഥമാവ് അറിയില്ല ഈ അസ്ത്രം, ബ്രഹ്മാസ്ത്രം വിടാനുള്ള മന്ത്രം അറിയാം, പക്ഷെ അത് തിരിച്ചെടുക്കാനുള്ള മന്ത്രം ആർക്കറിയില്ല? അശ്വത്ഥമാവിന് അറിയില്ല. കാരണം അശ്വത്ഥമാവിന് ശരിക്കും ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരും ആഗ്രഹിച്ചിരുന്നില്ല, ദ്രോണാചാര്യർ ആഗ്രഹിച്ചിരുന്നില്ല അല്ലെ. അർജുനന് ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഈ ദ്രോണാചാര്യർക്ക് എന്താണ്, ദ്രോണാചാര്യർ ഇത് പറഞ്ഞു കൊടുത്ത സമയത്ത് അശ്വത്ഥമാവ് നിർബന്ധം പിടിച്ചിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനന് പറഞ്ഞു കൊടുത്തു, എനിക്കും പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട്. കാരണം അതിനുള്ള ആ യോഗ്യത ആർക്കില്ല എന്നുള്ളത് ദ്രോണാചാര്യർക്ക് അറിയാം. തന്റെ മകനാണെങ്കിലും അതിനുള്ള യോഗ്യത ആർക്കില്ല, അശ്വത്ഥമാവിനില്ല. പക്ഷെ ആ ഒരു നിർബന്ധ പ്രകാരമാണ് അത് പറഞ്ഞു കൊടുത്തത്. പക്ഷെ തിരിച്ച് എടുക്കാനുള്ള മന്ത്രം ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആർക്ക് മനസ്സിലായിട്ടില്ല, അശ്വത്ഥമാവിന് അറിയില്ല. അപ്പൊ ആ മന്ത്രത്തോണ്ടാണ് നമ്മള് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത്, മന്ത്രത്തിലാണ്.
അപ്പൊ മന്ത്രത്തിൽ അത് പ്രയോഗിച്ചാൽ തിരിച്ചെടുക്കാനായിട്ട് അറിയില്ല. ആ പിൻവലിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതിരുന്നിട്ടും പരിശുദ്ധീകരണാർത്ഥം ജലം സ്പർശിച്ച്, അപ്പൊ ആ മന്ത്രം ചെയ്യുന്നതിന് മുന്നേ ശുദ്ധീകരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ജലം സ്പർശിച്ച് അവ പ്രയോഗിക്കാനുള്ള മന്ത്രോച്ചാരണത്തിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പൊ അതാണ് അസ്ത്രവും ശസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. അസ്ത്രങ്ങള് മന്ത്രം കൊണ്ടാണ് അത് പ്രയോഗിക്കുന്നതും പിൻവലിക്കുന്നതും മന്ത്രത്തിലായിരിക്കും. ശസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ കൈക്കരുത്ത് കൊണ്ട് ചെയ്യുന്നതാണ് ശസ്ത്രങ്ങള്. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭൗതിക വസ്തുക്കളെ സ്ഥൂലമായ മാർഗങ്ങളാൽ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മികച്ചതാണ് സൂക്ഷ്മ ശരീരത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങൾ. ഈ ഭൗതിക വസ്തുക്കളെ നമുക്ക് സ്ഥൂലമായ മാർഗങ്ങളാൽ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മികച്ചത് എന്താണ്? സൂക്ഷ്മ രൂപത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങളാണ്. സൂക്ഷ്മമായിട്ട് നമുക്കൊരു കാര്യം സൂക്ഷ്മമായിട്ടും ചെയ്യാം, സ്ഥൂലമായിട്ടും ചെയ്യാം. അപ്പൊ സ്ഥൂലമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മികച്ചത് എന്താണ്? സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അത്തരത്തിൽ സൂക്ഷ്മ രൂപത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങൾ ശബ്ദ ശുദ്ധീകരണത്തിലൂടെയാണ് ഫലവത്താകുന്നത്. അത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ശബ്ദ ശുദ്ധീകരണത്തിലൂടെ എന്ന് വെച്ചാൽ മന്ത്രത്തിലൂടെ. അത് ചെയ്യുന്നത് ഈ സൂക്ഷ്മമായ രൂപത്തില് നമ്മൾ പ്രവർത്തിക്കാന്ന് പറഞ്ഞത് എന്താണ്? മന്ത്രത്തിലൂടെയാണ് നമ്മളത് പ്രവർത്തിപ്പിക്കുന്നത്. മന്ത്രോച്ചാരണത്താൽ അണ്വായുധമായി പ്രവർത്തിക്കാൻ അതേ മാർഗമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ മന്ത്രോച്ചാരണത്തില് ആ ആയുധമായിട്ട് പ്രവർത്തിക്കാനുള്ള മാർഗമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണമെങ്കിൽ എന്ത് വേണം? മന്ത്രം വേണം. ആ മന്ത്രം കൊണ്ടാണ് അത് പ്രയോഗിക്കുന്നത്. അപ്പൊ അത് രണ്ട് തരത്തിൽ, നമുക്കൊരു ഭൗതിക പ്രവർത്തനം രണ്ട് തരത്തിൽ വരുന്നത്. ഒന്ന് സൂക്ഷ്മമായിട്ട് ചെയ്യാം, ഒന്ന് സ്ഥൂലമായിട്ട് ചെയ്യാം. ഇവിടെ സൂക്ഷ്മ രൂപത്തിലുള്ള പ്രവർത്തനം, അതാണ് എന്ത് പറയുന്നത് ഇവിടെ? മന്ത്രോച്ചാരണത്തിൽ ശബ്ദ ശുദ്ധീകരണത്തിലൂടെ ഫലവത്താകാന്ന് വെച്ചാൽ മന്ത്രോച്ചാരണത്തിലൂടെയാണ് അത് ചെയ്യുന്നത്. അത് പ്രവർത്തിക്കാൻ ഉള്ള മാർഗം അതേ മാർഗമാണ് സ്വീകരിച്ചത്. ഏത് മാർഗമാണ് സ്വീകരിച്ചത്? ശബ്ദ രൂപത്തിൽ, അതായത് മന്ത്രോച്ചാരണ രൂപത്തിലാണ് ബ്രഹ്മാസ്ത്രം വിടാനായിട്ട്, ഇവിടെ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ഇതിവിടെ സ്വീകരിച്ചത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 21. തത പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോദിശം പ്രാണപദമഭിപ്രേഷ്യ വിഷ്ണും ജിഷ്ണുരുവാചഃ. തത പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോദിശം പ്രാണപദമഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാചഃ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. തതഃ അനന്തരം, പ്രാദുഷ്കൃതം പ്രസരിച്ചു, തേജഃ തേജസ്, പ്രചണ്ഡം തീക്ഷ്ണമായ, സർവത ചുറ്റിനും, ദിശം ദിശകളിലും, പ്രാണ ആപദം ജീവനെ ബാധിക്കുന്ന, അഭിപ്രേക്ഷ്യ അതിനെ നിരീക്ഷിക്കയാൽ, വിഷ്ണു ഭഗവാനോട്, ജിഷ്ണു അർജുനൻ, ഉവാച അരുളി ചെയ്തു, ഹ ഭൂതകാലത്തിൽ. ഭാവാർത്ഥം: തദനന്തരം ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം സർവ്വദിശകളിലും പ്രസരിച്ചു. സ്വജീവൻ അപകടത്തിലാണെന്ന് അർജുനൻ ഭയപ്പെടും വിധം അത് തീക്ഷ്ണമായിരുന്നു. ആകയാൽ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചു. അപ്പോ ബ്രഹ്മാസ്ത്രം തൊടുത്തപ്പോ, അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം തൊടുത്തപ്പോ എന്താ സംഭവിക്കുന്നത്? കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം എല്ലാ ദിശകളിലും പ്രസരിച്ചു. സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അർജുനൻ ഭയപ്പെടുന്ന വിധത്തില് അത്രയും തീക്ഷണമായിരുന്നു ആ പ്രകാശം വന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ അഭിസംബോധന ചെയ്യാനായിട്ട് ആരംഭിച്ചു? അർജുനൻ ഭഗവാനെ അഭിസംബോധന ചെയ്യാനായിട്ട് ആരംഭിച്ചു. ശ്ലോകം 22. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാമാ ഭയങ്കര ത്വമേകോ ദഹ്യമാനാനം അപവർഗോസി സംസൃതേ. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാമാ ഭയങ്കര ത്വമേകോ ദഹ്യമാനാനം അപവർഗോസി സംസൃതേ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ
അർജുന ഉവാച അർജുനൻ അരുളി ചെയ്തു, കൃഷ്ണ അല്ലയോ കൃഷ്ണ ഭഗവാനെ, കൃഷ്ണ അല്ലയോ കൃഷ്ണ ഭഗവാനെ, മഹാബാഹോ സർവശക്തനായവനെ, ഭക്താനാം ഭക്തരുടെ അഭയങ്കര ഭയങ്ങളെ സമൂലം നശിപ്പിക്കുന്ന ത്വം അങ്ങ് ഏക ഒരുവൻ മാത്രം, ദഹ്യമാനാനാം പീഡിതരായ അപവർഗ മോക്ഷമാർഗം അസി ആകുന്നു, സംസൃതേ ഭൗതിക ക്ലേശങ്ങളുടെ മധ്യേ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അർജുനൻ അരുളി ചെയ്തു, അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങ് സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. അങ്ങയുടെ വിഭിന്ന ശക്തികൾക്ക് യാതൊരു പരിധിയുമില്ല. ആകയാൽ അങ്ങയുടെ ഭക്തരുടെ ഹൃദയത്തിൽ നിർഭയത്വം ഊട്ടിയുറപ്പിക്കാൻ സമർത്ഥൻ അങ്ങ് മാത്രമാണ്. ഭൗതിക ക്ലേശങ്ങളുടെ അഗ്നിജ്വാലയിൽ തപിക്കുന്ന ഏവർക്കും അങ്ങയിൽ മാത്രമേ മോക്ഷമാർഗം കണ്ടെത്താനാകൂ. അപ്പൊ അർജുനൻ ഭഗവാൻ എങ്ങനെ സംബോധന ചെയ്യുന്നത്? അല്ലയോ ശ്രീകൃഷ്ണ, അങ്ങ് സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. അങ്ങയുടെ വിഭിന്ന ശക്തികൾക്ക് യാതൊരു പരിധിയുമില്ല. ഭഗവാന്റെ ശക്തികൾ എന്ന് പറഞ്ഞാല് അചിന്ത്യമാണ്, പരിധിയില്ലാത്തതാണ്. ആകയാൽ അങ്ങയുടെ ഭക്തരുടെ ഹൃദയത്തിൽ നിർഭയത്വം ഊട്ടിയുറപ്പിക്കാൻ സമർത്ഥൻ അങ്ങ് മാത്രമാണ്. അപ്പൊ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആ ഭയം ഇല്ലാതാക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ഭൗതിക ക്ലേശങ്ങളുടെ അഗ്നിജ്വാലയിൽ തപിക്കുന്ന ഏവർക്കും അങ്ങയിൽ മാത്രമേ മോക്ഷമാർഗം കണ്ടെത്താനാകൂ. അപ്പൊ നമ്മൾ ഈ ഭൗതികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ അഗ്നിയുടെ ജ്വാല, അതിൽ തപിക്കുന്ന നമുക്ക് എല്ലാവർക്കും മോക്ഷമാർഗം ആരിലെ കണ്ടെത്താൻ സാധിക്കുള്ളൂ? ഭഗവാൻ ശ്രീകൃഷ്ണനിലെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. സർവശക്തനായ ആ പരമദിവ്യോത്തമ പുരുഷന് മാത്രമാണ്. കാരണം അദ്ദേഹത്തിന്റെ ശക്തികൾക്ക് ഒരു പരിധി ഇല്ലാത്തതാണ്. നമുക്കറിയാമെന്ന് അചിന്ത്യമായിട്ടുള്ളതാണ്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളതാണ് ഭഗവാന്റെ ശക്തികള്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഉള്ളില് ആ നിർഭയത്വം ആക്കാനായിട്ട്, അതായത് നമ്മളെ ഭയം ഇല്ലാതാക്കാനും, അതേപോലെ തന്നെ ഭൗതിക ക്ലേശങ്ങളുടെ ജ്വാലയിൽ നിന്ന് നമുക്ക് മോചനം തരാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? അതിനുള്ള മാർഗം തരാനായിട്ട് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അർജുനൻ ഭഗവാനെ അഭിസംബോധന ചെയ്യാനുണ്ട്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. അർജുനൻ ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ കുറിച്ച് ബോധവാനാണ്. കാരണം അവരിരുവരും സന്നിഹിതരായിരുന്ന കുരുക്ഷേത്ര പോർക്കളത്തിൽ അദ്ദേഹം മുൻപേ തന്നെ അവയെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച അർജുനന്റെ വിവരണം പ്രാമാണികമാകുന്നു. കൃഷ്ണൻ സർവശക്തനും സവിശേഷമായി ഭക്തരുടെ നിർഭയതയ്ക്ക് ഹേതുവുമാകുന്നു. ഭഗവാനാൽ പ്രദാനം ചെയ്യപ്പെടുന്ന സംരക്ഷണത്താൽ ഒരു ഭഗവത് ഭക്തൻ സദാ നിർഭയനാകുന്നു. കാനനത്തിൽ വാളിപ്പടരുന്ന അഗ്നി സമാനമായ ഭൗതിക അസ്തിത്വത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപയാൽ ശമിപ്പിക്കുവാൻ സാധ്യമാകുന്നു. ആത്മീയ ഗുരു ഭഗവത് കൃപയുടെ പ്രതിനിധിയാകുന്നു. ആകയാൽ ഭൗതിക അസ്തിത്വത്തിന്റെ ജ്വാലയിൽ വെന്തുരുകുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ കൃപയാകുന്ന വൃഷ്ടി ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ആത്മീയ ഗുരുവെന്ന സുതാര്യമായ മാധ്യമത്തിലൂടെ ലഭ്യമാകുന്നു. ആത്മീയ ഗുരുവിനെ തന്റെ വചനങ്ങളാൽ ക്ലേശിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിച്ച് അതീന്ദ്രിയ ജ്ഞാനം സന്നിവേശിപ്പിക്കാൻ സാധിക്കും. അതിനാൽ മാത്രമേ ഭൗതിക അസ്തിത്വമാകുന്ന അഗ്നിയെ ശമിപ്പിക്കാൻ കഴിയൂ. ഇവിടെ എന്താ പറയുന്നത്? അർജുനൻ ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ച് ബോധവാനാണ്. കാരണം അവരിരുവരും സന്നിഹിതരായിരുന്ന കുരുക്ഷേത്ര യുദ്ധക്കളത്തില് മുന്നേ തന്നെ അത് അനുഭവിച്ചറിയാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? അർജുനന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അർജുനന് ഭഗവാന്റെ ആ ഗുണങ്ങളെ കുറിച്ചും അതീന്ദ്രിയമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചെല്ലാം അർജുനന് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ സംബന്ധിച്ച് അർജുനന്റെ വിവരണം പ്രാമാണികമാകുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാനെ കുറിച്ച് അർജുനൻ ഇവിടെ പറയുന്നത്. കൃഷ്ണൻ സർവശക്തനാണ്, മാത്രമല്ല ഭക്തന്മാരുടെ നിർഭയതയ്ക്ക് ഹേതുവുമാകുന്നു. അപ്പൊ ശക്തനുമാണ്. പിന്നെന്താണ്? ഭക്തരുടെ ഉള്ളിലെ ഭയം ഇല്ലാതാക്കാൻ ആർക്ക് സാധിക്കാണ്? അതിന് കാരണക്കാരനാകാനായിട്ട് ഭഗവാന് സാധിക്കും. ഭഗവാനാൽ പ്രദാനം ചെയ്യപ്പെടുന്ന സംരക്ഷണത്താൽ ഒരു ഭക്തൻ സദാ നിർഭയനാകുന്നു. കാരണം ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സമയത്തും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തന് പിന്നെ എന്തിന്റെ ആവശ്യമില്ല? ഭയമോ മായയോ അവരെ ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാവുന്നതാണ്, എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുക, ഭഗവാന്റെ മനസ്സിൽ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തന് ഭയം എന്ന് പറയുന്നത്
നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല. കാരണം ഭഗവാന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ അവിടെ എന്തില്ല, ഭയോ മായോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. കാനനത്തിൽ ആളിപ്പടരുന്ന അഗ്നി സമാനമായ ഭൗതിക അസ്തിത്വത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപയാൽ ശമിപ്പിക്കുവാൻ സാധ്യമാകുന്നു. എപ്രകാരമാണോ കാട്ടുതീ പടരുന്നത്, അതേപോലെ പടരുന്ന ആ ഭൗതികമായിട്ടുള്ള നമ്മുടെ ക്ലേശങ്ങള് ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് എന്തിനു സാധിക്കും, ശമിപ്പിക്കാനായിട്ട്, അത് ഇല്ലാതാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് സാധിക്കും. ആത്മീയ ഗുരു ഭഗവത് കൃപയുടെ പ്രതിനിധിയാകുന്നു. അപ്പൊ ഭഗവാന്റെ കൃപയുടെ പ്രതിനിധിയാണ് ആര്, ആത്മീയ ഗുരു. ആകയാൽ ഭൗതിക അസ്തിത്വത്തിന്റെ ജ്വാലയിൽ വെന്തുരുകുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ കൃപയാകുന്ന വൃഷ്ടി ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു ആത്മീയ ഗുരു എന്ന സുതാര്യ മാധ്യമത്തിലൂടെ ലഭ്യമാകുന്നു. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഭഗവാനെ നേരിട്ട് പ്രാപിക്കാനോ ഭഗവാനെ നേരിട്ട് കിട്ടാനുള്ള നമുക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഇടയിൽ ഒരു മാധ്യമമായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്, ഗുരു. ആ ഗുരുവിലൂടെയാണ് നമുക്ക് ഭഗവാനെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് നേടാൻ സാധിക്കുന്നത്, ആ സാക്ഷാത്കാരം നേടാൻ സാധിക്കുന്ന ഗുരുവിലൂടെയാണ്. ആ ഗുരു എന്ന സുതാര്യ മാധ്യമത്തിലൂടെയാണ് നമുക്ക് ആരെ ലഭ്യമാകുന്നത്, ഭഗവാനെ, അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. ആത്മീയ ഗുരുവിന് തന്റെ വചനങ്ങളാൽ ക്ലേശിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിച്ച് അതീന്ദ്രിയ ജ്ഞാനം സന്നിവേശിപ്പിക്കാൻ സാധിക്കും. അതിനാൽ മാത്രമേ ഭൗതിക അസ്തിത്വമാകുന്ന അഗ്നിയെ ശമിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളുടെ അഗ്നി അതെങ്ങനെയാ ശമിപ്പിക്കാൻ സാധിക്കുന്നത്, ആ ആത്മീയ ഗുരു. ആ ഗുരു എന്താണ്, തന്റെ വചനങ്ങൾ കൊണ്ട്, ആരെക്കുറിച്ചുള്ള വചനങ്ങളാണ്, ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക്, ആ ഒരു അതീന്ദ്രിയ ജ്ഞാനം നമുക്ക് പകർന്നു നൽകാനായിട്ട് ആർക്ക് സാധിക്കാണ്, ആത്മീയ ഗുരുവിന് സാധിക്കണം. ആ ക്ലേശിക്കുന്ന വ്യക്തിയുടെ, നമ്മൾ ആ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് ആത്മീയ ഗുരു തന്റെ അതീന്ദ്രിയമായ ഒരു ജ്ഞാനം തനിക്ക് ഭഗവാനിൽ നിന്ന് പകർന്നു കിട്ടിയ ആ അതീന്ദ്രിയ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തരാൻ ആർക്ക് സാധിക്കും, ആ ഗുരുവിന് സാധിക്കും. അങ്ങനെ നമ്മൾ ആ ഭൗതികമായിട്ടുള്ള ആ ക്ലേശങ്ങൾ നമ്മൾ ശമിക്കാനായിട്ട്, അത് ശമിപ്പിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. അപ്പൊ ഒരു ഗുരുവിന്റെ ഗുരുവിലൂടെയാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാനെ പ്രാപിക്കാനായിട്ടും സാധിക്കുന്നത്. ശ്ലോകം 23. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരഃ മായാം വ്യുത്യസ്യ ചിച്ചക്ത്യ കൈവല്യാസ്ഥിത ആത്മനി. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരഃ മായാം വ്യുത്യസ്യ ചിച്ചക്ത്യ കൈവല്യാസ്ഥിത ആത്മനി. ഹരേ കൃഷ്ണ, ചൊല്ലിക്കോളൂ. ത്വമാദ്യ, അങ്ങ് ആദിമാനാണ്. പുരുഷ, ആസ്വാദകനായ വ്യക്തി സ്വരൂപമാണ്. സാക്ഷാത്, പ്രത്യക്ഷമായി. ഈശ്വര, നിയന്താവ്. പ്രകൃതേ, ഭൗതിക പ്രകൃതിയുടെ. പര, അതീന്ദ്രിയമായ. മായ, ഭൗതിക ശക്തി. വിദസ്യ, അകറ്റിക്കളഞ്ഞ. ചിത് ശക്തിയ, അന്തരംഗ ശക്തിയുടെ പ്രഭാവത്താൽ. കൈവല്യ, ശുദ്ധ നിത്യജ്ഞാനത്തിലും പരമാനന്ദത്തിലും. സ്ഥിതഃ, അവസ്ഥിതനായ. ആത്മനി, തന്നിൽ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം, സർവ സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന ഭൗതിക ശക്തിക്ക് അതീതനായ ആദിമനായ പരമദിവ്യോത്തമ പുരുഷൻ അങ്ങാകുന്നു. അങ്ങയുടെ ആത്മീയ ശക്തിയുടെ പ്രഭാവത്താൽ ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളെ അങ്ങ് ദൂരെ അകറ്റുന്നു. അങ്ങ് സദാ നിത്യ പരമാനന്ദത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും നിവിഷ്ടനായിരിക്കുന്നു. ഇപ്പൊ വിവർത്തനത്തിൽ എന്താ പറയുന്നത്, സർവ സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന ഭൗതിക ശക്തിക്ക് അതീതനായ ആദിമനായ പരമദിവ്യോത്തമ പുരുഷനാണ് ആര്, ഭഗവാൻ. എല്ലാ സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന ഭൗതിക ശക്തിക്ക് അതീതമായിട്ടുള്ള ആദിമനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷൻ ആരാണ്, ഭഗവാനാണെന്ന് പറയണം. അപ്പൊ എല്ലാ സൃഷ്ടികളിലും ആരുണ്ട്, ഭഗവാനുണ്ട്. കാരണം ഭഗവാന്റെയാണ് എല്ലാ സൃഷ്ടികളും, ഭഗവാന്റെയാണ്. അതെങ്ങനെയാണ്, ഭൗതിക ശക്തിക്ക് അതീതമായിട്ടുള്ളതാണത്. അങ്ങയുടെ ആത്മീയ ശക്തിയുടെ പ്രഭാവത്താൽ ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളെ അങ്ങ് ദൂരെ അകറ്റുന്നു.
അപ്പൊ ഈ ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളെ ദൂരെ അകറ്റാനായിട്ട് ഭഗവാന്റെ ഏത് ശക്തിക്ക് കഴിയാണ്? ആത്മീയ ശക്തിക്ക് കഴിയാണ്. അങ്ങ് സദാ നിത്യപരമാനന്ദത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും നിവിഷ്ടനായിരിക്കുന്നു. ഭഗവാൻ എപ്പോഴും എങ്ങനെയാണ്? സച്ചിദാനന്ദനാണ് അല്ലെ? സത്ത് ചിത്ത് ആനന്ദം. എപ്പോഴും ഭഗവാൻ എങ്ങനെയാണ്? ആനന്ദം, ആ പരമാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ ആ നിത്യ പരമാനന്ദത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും നിവിഷ്ടനാണ് ആര്? ഭഗവാൻ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയുന്നത് അല്ലെ? ആ സച്ചിദാനന്ദനാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയാം. ഭാവാർത്ഥം: ഭഗവാന്റെ ചരണകമലങ്ങളെ അഭയം പ്രാപിച്ച ഒരാൾ അജ്ഞതയുടെ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെടുന്നുവെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നു. കൃഷ്ണൻ സൂര്യനെ പോലെയും മായ അഥവാ ഭൗതികാസ്തിത്വം അന്ധകാരത്തെ പോലെയുമാകുന്നു. എപ്പോൾ എവിടെ സൂര്യന്റെ പ്രകാശം ഉണ്ടാകുന്നുവോ അപ്പോൾ അവിടെ അന്ധകാരം അഥവാ അജ്ഞത തൽക്ഷണം ഇല്ലാതാക്കപ്പെടുന്നു. അജ്ഞതയുടെ ലോകത്തു നിന്നും പുറത്തു കടക്കാനുള്ള ഉത്തമ മാർഗമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഭഗവാനെ ആദിമനായ പരമദിവ്യോത്തമ പുരുഷനായി അഭിസംബോധന ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് മറ്റെല്ലാ ഭഗവത് രൂപങ്ങളും വിസ്തരിച്ചിട്ടുള്ളത്. സർവവ്യാപിയായ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ വിസ്തരണമാകുന്നു. ഭഗവാൻ സ്വയം അസംഖ്യം ഭഗവത് സ്വരൂപങ്ങളായും ജീവസത്തകളായും ഭഗവാന്റെ വിഭിന്ന ശക്തികളായും വിസ്തരിച്ചിരിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സർവ്വതിന്റെയും ഉത്ഭവസ്ഥാനമായ യഥാർത്ഥ ആദിപുരുഷനായ ഭഗവാനാകുന്നു. പ്രത്യക്ഷ പ്രപഞ്ചത്തിനുള്ളിൽ അനുഭവവേദ്യമായ ഭഗവാന്റെ സർവവ്യാപകമായ സവിശേഷതയും അദ്ദേഹത്തിന്റെ ഒരു ഭാഗിക പ്രാതിനിധ്യമാണ്. ഇവിടെ എന്താ പറയുന്നത്? ഭഗവാന്റെ കമലങ്ങളെ അഭയം പ്രാപിച്ച ഒരാൾക്ക് അജ്ഞതയുടെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടുന്നെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാവുന്നതാണ് അല്ലെ? എപ്പോഴും ഭഗവാനെ തന്നെ കീർത്തിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് എന്ത് പകരും? ഭഗവാൻ പറഞ്ഞു, ചതുശ്ലോകി ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്നുണ്ട്, അവരുടെ ഉള്ളിലേക്ക് അജ്ഞാനം, ആ പ്രകാശം കൊടുക്കുന്നത് ആരാണ്? ഭഗവാൻ കൊടുക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ആ അജ്ഞത ഇല്ലാതാക്കാനായിട്ട്, അജ്ഞതയുടെ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാക്കാനായിട്ട് ഭഗവാൻ നമുക്ക് ആ ബുദ്ധി നമുക്ക് തരാണ്, ആ ജ്ഞാനം നമുക്ക് പകർന്നു തരുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. കൃഷ്ണൻ സൂര്യനെ പോലെയും മായ ഭൗതികാസ്തിത്വത്തെ അന്ധകാരത്തെ പോലെയുമാകുന്നു. അപ്പൊ ഭഗവാൻ ആരെ പോലെയാണ്? സൂര്യനെ പോലെയാണ്. കാരണം സൂര്യൻ ഉള്ളിടത്ത് എന്തില്ല? അന്ധകാരമില്ല. അതേപോലെയാണ് ഭഗവാൻ. ഭഗവാൻ ഉണ്ടെങ്കിൽ അന്ധകാരം എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ? മായ. ഭഗവാനുള്ള സ്ഥലത്ത് എന്തുണ്ടാവില്ല? അന്ധകാരം, മായ ഉണ്ടാവില്ല. അപ്പൊ ഭഗവാൻ സൂര്യനെ പോലെയും മായ അഥവാ ഭൗതികാസ്തിത്വം അന്ധകാരത്തെ പോലെയുമാകുന്നു. എപ്പോൾ എവിടെ സൂര്യന്റെ പ്രകാശം ഉണ്ടാകുന്നുവോ അപ്പോൾ അവിടെ അന്ധകാരം അഥവാ അജ്ഞത തൽക്ഷണം ഇല്ലാതാക്കപ്പെടുന്നു. അജ്ഞതയുടെ ലോകത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു ഉത്തമ മാർഗമാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അജ്ഞതയുടെ ലോകത്ത് നിന്ന് നമുക്ക് പുറത്തു കടക്കാനുള്ള ഒരു മാർഗം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അഭിസംബോധന ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് മറ്റെല്ലാ ഭഗവത് രൂപങ്ങളും വിസ്തരിച്ചിട്ടുള്ളത്. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും വന്നിരിക്കുന്നത് ആരിൽ നിന്നാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് പറയും? ശ്രീകൃഷ്ണനെ അവതാരി എന്നാണ് പറയുന്നത് അല്ലെ? ഭഗവാനിൽ നിന്നാണ് എല്ലാ അവതാരങ്ങളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു അവതാരിയാണെന്ന് പറയുന്ന നമ്മൾ. സർവവ്യാപിയായ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ വിസ്തരണമാകുന്നു. അപ്പൊ വിഷ്ണു ഭഗവാൻ എങ്ങനെയാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ പൂർണ്ണ വിസ്തരണമാണ് ഭഗവാൻ വിഷ്ണു. ഭഗവാൻ സ്വയം അസംഖ്യം ഭഗവത് സ്വരൂപങ്ങളായിട്ടും ജീവാത്മാക്കളായിട്ടും ഭഗവാന്റെ വിഭിന്ന ശക്തികളായിട്ടും വിസ്തരിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാൻ പല രീതിയിൽ വരുന്നുണ്ട്. ഭഗവാന്റെ രൂപവിസ്തരണങ്ങൾ വരുന്നുണ്ട്. സ്വരൂപങ്ങളായ ഭഗവാന്റെ അസംഖ്യം സ്വരൂപങ്ങളായിട്ട്, പിന്നെ അതുപോലെ തന്നെ ജീവാത്മാക്കളായിട്ട്, പിന്നെ ഭഗവാന്റെ വിഭിന്ന ശക്തികളായിട്ടും വിസ്തരിക്കുന്നു. കാരണം ഭഗവാന്റെ പലതരത്തിലുള്ള അവതാരങ്ങൾ പറയുന്നുണ്ട് അല്ലെ? ഒന്ന് വിഭൂതികളായിട്ട് വരുന്നുണ്ട്, ഭഗവാന്റെ തന്നെ രൂപവിസ്തരണങ്ങളുണ്ട്, പിന്നെ ജീവാത്മാക്കൾ എന്ന് പറയുമ്പോൾ അതില് നമ്മൾ ജീവാത്മാക്കൾ വരും, ദേവന്മാരും എല്ലാതും അതിൽ വരും. അപ്പൊ ഇതൊക്കെ ആരുടെ തന്നെ അംശമാണ്? ആരുടെ തന്നെ സൃഷ്ടിയാണ്? ഒക്കെ ഭഗവാന്റെ തന്നെയാണ്. അത് ഒന്നുകിൽ ശക്തിയാണ് ഭഗവാന്റെ, അല്ലെങ്കിൽ ഭഗവാന്റെ വിസ്തരണങ്ങളാണ്, അല്ലെങ്കിൽ അംശമാണ്. അപ്പൊ എല്ലാതും ഭഗവാനിൽ നിന്ന് തന്നെയാണ് എല്ലാം വരുന്നത്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സർവ്വതിന്റെയും ഉത്ഭവസ്ഥാനമായ യഥാർത്ഥ ആദിപുരുഷനായ ഭഗവാനാകുന്നു. പക്ഷേ ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ ആദിപുരുഷനായ ഭഗവാനാകുന്നു. എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. ഭഗവാൻ ആദിപുരുഷനായിട്ടുള്ള ഭഗവാനാണ്. പ്രത്യക്ഷ പ്രപഞ്ചത്തിനുള്ളിൽ അനുഭവവേദ്യമായ ഭഗവാന്റെ സർവവ്യാപകമായ സവിശേഷതയും അദ്ദേഹത്തിന്റെ ഒരു ഭാഗിക പ്രാതിനിധ്യമാണ്.
ഈ പ്രപഞ്ചത്തിനുള്ളില് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഭഗവാന്റെ എല്ലാ സർവ്വവ്യാപകമായിട്ട് നിലനിൽക്കുന്ന എല്ലാ സവിശേഷതകളും എന്താണ്? ഭാഗികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. മുഴുവനായിട്ടും ഭഗവാനെ കാണുന്നില്ല. നമ്മൾ എന്താ പറഞ്ഞ ഭാഗികമായിട്ടൊരു പ്രാതിനിധ്യമാണ് ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിനുള്ളില് നമുക്ക് അനുഭവിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആകയാൽ ഭഗവാന്റെ ഉള്ളിൽ പരമാത്മാവ് അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ഉള്ളില് പരമാത്മാവ് അടങ്ങിയിരിക്കുന്നു. അദ്ദേഹമാണ് നിരപേക്ഷ സത്യമായ പരമദിവ്യോത്തമ പുരുഷൻ. അതാണ് ആര്? പരമദിവ്യോത്തമ പുരുഷൻ. ഭൗതിക സൃഷ്ടിക്ക് തീർത്തും അതീതനാകയാൽ ഭൗതിക ആവിഷ്കാരങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഭൗതിക സൃഷ്ടിക്ക് തീർത്തും അതീതനായതുകൊണ്ട് തന്നെ ഭൗതിക ആവിഷ്കാരങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ടോ പ്രതിപ്രവർത്തനങ്ങളുമായിട്ടോ ആർക്ക് യാതൊരു ബന്ധമില്ല? ഭഗവാന് യാതൊരു ബന്ധമില്ല. കാരണം ഭഗവാൻ ഇതിനെല്ലാം അതീതനാണ്. അന്ധകാരം സൂര്യന്റെ വിപരീത പ്രതിരൂപമാണ്. ആകെ അന്ധകാരത്തിന്റെ നിലനിൽപ്പ് സൂര്യന്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. അന്ധകാരം എന്ന് പറയുന്നത് സൂര്യന്റെ വിപരീതത്തിലുള്ള ഒരു പ്രതിരൂപമാണ്. അപ്പൊ ആ അന്ധകാരത്തിന്റെ നിലനിൽപ്പും ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? സൂര്യനെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. സൂര്യന്റെ പ്രകാശം ഇല്ലാതാവുമ്പോഴാണ് എന്ത് വരുന്നത്? അന്ധകാരം വരുന്നത്. എന്നാൽ സ്വയം സൂര്യനിൽ അന്ധകാരത്തിന്റെ ലക്ഷണം പോലും ഉണ്ടാവില്ല. പക്ഷെ ആ സൂര്യനിൽ എന്തില്ല? അന്ധകാരത്തിന്റെ ലക്ഷണം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സൂര്യൻ പരിപൂർണമായും പ്രകാശം മാത്രമാണ് എന്നതുപോലെ ഭൗതിക അസ്തിത്വത്തിന് അതീതനായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പൂർണ്ണമായും പരമാനന്ദ പരിപൂർണനാണ്. അപ്പൊ എപ്രകാരമാണ് സൂര്യൻ എങ്ങനെയാണ്? പരിപൂർണമായിട്ടും പ്രകാശം മാത്രമാണ് സൂര്യൻ. അതേപോലെ തന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പൂർണ്ണമായിട്ടും എങ്ങനെയാണ്? പരമാനന്ദ പൂർണനാണ്. അപ്പൊ ഭൗതികമായിട്ടുള്ള അസ്തിത്വത്തിന് അതീതനായിട്ടുള്ള ഭഗവാൻ പരമാനന്ദ പരിപൂർണനാണ്. ഭഗവാൻ പരമാനന്ദ പൂർണ്ണൻ മാത്രമല്ല, അതീന്ദ്രിയ വൈദഗ്ധ്യങ്ങൾ കൊണ്ട് സമ്പൂർണനുമാണ്. അപ്പൊ ഭഗവാൻ എന്താണ്? അതീന്ദ്രിയമായിട്ടുള്ള കുറെ വൈവിധ്യങ്ങള് ആരിലുണ്ട്? ഭഗവാനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ സമ്പൂർണനാണ്. നമ്മള് മനസ്സിലാക്കുന്നതിനും നമ്മൾ ചിന്തിക്കുന്നതിനും ഒക്കെ അപ്പുറത്താണ് ഭഗവാന്റെ ശക്തികൾ, ഭഗവാന്റെ വൈവിധ്യങ്ങള്, ഭഗവാന്റെ വൈരുദ്ധ്യങ്ങൾ എന്നൊക്കെ പറയാം നമുക്ക്, അല്ലെ? അതെല്ലാം നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളത് തന്നെയാണ്. അതീന്ദ്രിയ തലം ഒരിക്കലും നിശ്ചലമല്ല, മറിച്ച് എപ്പോഴും പുതുമയാർന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞതാകുന്നു. അപ്പൊ അതീന്ദ്രിയമായിട്ടുള്ള തലം എന്ന് പറയുന്നത് ഭൗതിക തലത്തിനപ്പുറത്തുള്ളത്, അതൊരിക്കലും നിശ്ചലമായിട്ടുള്ളതല്ല, പുതുമയാർന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് എന്ത്? അതീന്ദ്രിയമായ തലം. ത്രിഗുണങ്ങളാൽ സങ്കീർണമായ ഭൗതിക പ്രകൃതിയിൽ നിന്ന് വിഭിന്നനാണ് അദ്ദേഹം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള് പ്രകൃതിയിൽ നിന്നും വിഭിന്നനായിട്ടുള്ളതാണ് ആര്? ഭഗവാൻ. ത്രിഗുണങ്ങൾ കൊണ്ട് സങ്കീർണത നിറഞ്ഞതാണ് ഈ ഭൗതിക പ്രകൃതി. അതിൽ നിന്ന് വിഭിന്നനാണ് ഭഗവാൻ. അദ്ദേഹം പരമ അഥവാ പ്രധാനിയാകുന്നു. ഭഗവാൻ പരമനായിട്ടുള്ളതാണ്, പ്രധാനിയായിട്ടുള്ളതാണ്. ആകയാൽ ഭഗവാൻ പരിപൂർണനാണ്. ഭഗവാന് അനേക വിധമായ ശക്തികളുണ്ട്. തന്റെ വിഭിന്ന ശക്തികളാൽ അദ്ദേഹം ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭഗവാന്റെ പല ശക്തികൾ നമുക്കറിയാവുന്നതാണ്. ബഹിരംഗ ശക്തി, അന്തരംഗ ശക്തി, തടസ്സ ശക്തി, അങ്ങനെ പലതരത്തിലുള്ള ശക്തികൾ ഭഗവാനുണ്ട്. ആ ഭഗവാൻ എന്ത് ചെയ്യാണ്? ആ ബഹിരംഗ ശക്തിയുടെ സഹായത്തോടെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സംരക്ഷണം, സംഹാരണം, ഇതൊക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭഗവാന്റെ ഓരോ ശക്തികളെ കൊണ്ട് സഹായം കൊണ്ട് അല്ലെങ്കിൽ അവരിലൂടെയാണ് ഭഗവാൻ അതൊക്കെ ചെയ്യിക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സ്വധാമത്തിൽ സർവ്വതും നിത്യവും പരിപൂർണമാകുന്നു. പക്ഷെ ഇതൊക്കെ എവിടെ നടക്കുന്നത്? ഭൗതിക പ്രപഞ്ചത്തിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ധാമത്തിൽ എങ്ങനെയാണ്? എല്ലാതും നിത്യമായിട്ടുള്ളതും പരിപൂർണമായിട്ടുള്ളതുമാകുന്നു. ഈ ലോകം ശക്തികളാലോ പ്രബലന്മാരായ അധികാരികളാലോ സ്വയം നയിക്കപ്പെടുന്നതല്ല, മറിച്ച് സർവ്വവിധ ശക്തികളോടും കൂടിയ സർവശക്തനായ വ്യക്തിയിലാണത്. അപ്പൊ ഈ ലോകം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകം നയിക്കപ്പെടുന്നത് പ്രബലരായിട്ടുള്ള അധികാരികളാലോ ഒന്നുമല്ല. ആരാലാണ് നയിക്കപ്പെടുന്നത്? ആ സർവശക്തനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനാലാണ് ഈ ലോകം നയിക്കപ്പെടുന്നത്. ശ്ലോകം 24.
ചെറുത് അതുകൊണ്ട് എടുക്കാം. സ ഏവ ജീവലോകസ്യ മായാ മോഹിതാ ചേതസഃ വിതൽസേ സ്വേന വീരേണ ശ്രേയോ ധർമാദിലക്ഷണം. സ ഏവ ജീവലോകസ്യ മായാ മോഹിത ചേതസഃ ജീവലോകസ്യ മായാ ആദിലക്ഷണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ ആ അതീന്ദ്രിയൻ ഏവ നിശ്ചയമായും ജീവലോകസ്യ പെത്ത ജീവാത്മാക്കളുടെ മായാമോഹിത മായാശക്തിയാൽ വശീകരിക്കപ്പെട്ട ചേതസഹ ഹൃദയത്താൽ വിധൽസെ പ്രയോഗത്തിൽ വരുത്തുന്നു സ്വേന അങ്ങയുടെ സ്വന്തം വീരേണ സ്വാധീനത്താൽ ശ്രേയ ആത്യന്തിക നന്മ ധർമ്മ ആദി 4 മോക്ഷ തത്വങ്ങൾ ലക്ഷണങ്ങളാൽ വിവരിക്കപ്പെടുന്നു. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദി ജയ്. ഭൗതിക ശക്തിയുടെ പ്രവർത്തന രംഗത്തിനതീതനായിരുന്നിട്ടും പ്രത്യാത്മാക്കളുടെ ആത്യന്തിക നന്മയ്ക്കായി ധർമ്മം മുതലായി വിശേഷിപ്പിക്കപ്പെട്ട 4 മോക്ഷ തത്വങ്ങളെ അങ്ങ് നടപ്പാക്കുന്നു. അപ്പൊ ഈ ഭൗതിക ശക്തിയുടെ പ്രവർത്തന രംഗത്തിന് അതീതനായിരുന്നിട്ടും ഭൗതിക ശക്തിയുടെ പ്രവർത്തന രംഗത്തിന് അതീതനായിരുന്നിട്ടും പ്രത്യാത്മാക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? എന്ത് നടപ്പിലാക്കുന്നു? പറ 4 മോക്ഷ തത്വങ്ങൾ, ധർമ്മം അർത്ഥ കാമ മോക്ഷം അല്ലെ? ആ 4 തത്വങ്ങളെ ഭഗവാൻ നടപ്പിലാക്കാണ്. അപ്പൊ ഭൗതിക ശക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. എന്നിട്ട് പോലും ആ പ്രത്യാത്മാക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നടപ്പിലാക്കാണ്? 4 പുരുഷാർത്ഥങ്ങള് മോക്ഷ തത്വങ്ങള് നടപ്പിലാക്കാണ്. ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇത് നടപ്പിലാക്കാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ അഹേതുകമായ കാരുണ്യത്താൽ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെ പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ അവതരിക്കുന്നു. ശാശ്വതമായി ഭൗതിക ആവിഷ്കാരങ്ങൾക്ക് അതീതനാണ് അദ്ദേഹം. മായാശക്തിയാൽ വശീകരിക്കപ്പെട്ട പതിതാത്മാക്കളെ വീണ്ടെടുക്കാനായി മാത്രമാണ് തന്റെ അഹേതുകമായ കാരുണ്യത്താൽ അദ്ദേഹം അവതരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവസത്തകൾ ആസ്വദിക്കാൻ കഴിവില്ലാത്തവരാണ്. എന്നിട്ടും അവർ ഭൗതിക ശക്തിയാൽ ആക്രമിക്കപ്പെടുകയും കപട്യന്യായങ്ങളുടെ മറവിൽ അവളെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരാൾ നിത്യമായി ഭഗവത് സേവനനാകുന്നു. എപ്പോൾ അവൻ ഈ അവസ്ഥയെ വിസ്മരിക്കുന്നുവോ അപ്പോൾ അവൻ ഭൗതിക ലോകത്തെ ആസ്വദിക്കാനായി വിചാരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ മായയിലാണ്. ഈ മിഥ്യാസ്വാദന ബോധത്തെ സമൂലം നശിപ്പിക്കാനും അപ്രകാരം ബദ്ധാത്മാക്കളെ ഭഗവത് ധാമത്തിലേക്ക് വീണ്ടെടുക്കുവാനാണ് ഭഗവാൻ അവതരിക്കുന്നത്. പതിതാത്മാക്കളോടുള്ള ഭഗവാന്റെ സർവ കാരുണികമായ സ്വഭാവമാണിത്. അപ്പൊ ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം കൊണ്ട് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെ പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ ഭഗവാൻ അവതരിക്കുന്നു. കാരണം ഭഗവാൻ എന്തില്ല? ഭഗവാൻ ഗുണങ്ങൾക്ക് അതീതനായത് കൊണ്ട് തന്നെ ഭഗവാനൊന്നും ബാധിക്കുന്നില്ല. ഈ ഗുണങ്ങളൊന്നും ഭഗവാനെ സ്വാധീനിക്കുന്നില്ല. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ അവതരിക്കും. എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? ശാശ്വതമായി ഭൗതിക ആവിഷ്കാരങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. മായാശക്തിയാൽ വശീകരിക്കപ്പെട്ട പതിതാത്മാക്കളെ വീണ്ടെടുക്കാനായിട്ട് മാത്രമാണ് അദ്ദേഹം തന്റെ അഹൈതുകമായ കാരുണ്യത്താൽ അദ്ദേഹം അവതരിക്കുന്നത്. ഭഗവാൻ എന്തിനാ അവതരിക്കുന്നത്? ആ പതിതാത്മാക്കളെ, നമ്മളെ പോലുള്ള ജീവാത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോ എവിടെ നിന്ന് വന്നവരാണ്? ഭഗവാന്റെ അടുത്തുനിന്ന് പോന്നവരാണ്. തിരിച്ച് നമ്മളെ കൊണ്ടുപോകാനായിട്ടാണ് ഭഗവാൻ ഇവിടെ ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവസത്തകൾ ആസ്വദിക്കാൻ കഴിവില്ലാത്തവരാണ്. പരമമായ ഭോക്താവ് ആരാണ്? ഭഗവാനാണ്. എന്നിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഭൗതിക ശക്തിയാൽ ആക്രമിക്കപ്പെടുമ്പോൾ, നമ്മളെ ഈ ത്രിഗുണങ്ങൾ സ്വാധീനിക്കുമ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കാണ്? ആ കപട്യ ന്യായങ്ങളുടെ മറവിൽ പ്രകൃതി ആസ്വദിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരാൾ നിത്യമായി ഭഗവത് സേവനാകുന്നു. എപ്പോൾ അവൻ ഈ അവസ്ഥ വിസ്മരിക്കുക? നമ്മുടെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ സേവനം. അത് എപ്പോഴാണോ നമ്മൾ മറക്കുന്നത്, അപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തെ ആസ്വദിക്കാനായിട്ട്
നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്തിലാണ്? മായയിലാണ്. ഈ മിഥ്യ ആസ്വാദന ബോധത്തെ സമൂലം നശിപ്പിക്കാനും അപ്രകാരം പതിതാത്മാക്കളെ ഭഗവത് ധാമത്തിലേക്ക് വീണ്ടെടുക്കുവാനാണ് ഭഗവാൻ അവതരിക്കുന്നത്. പതിതാത്മാക്കളോടുള്ള ഭഗവാന്റെ സർവകാരുണികമായ സ്വഭാവമാണിത്. അപ്പൊ ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പോലുള്ള പതിതാത്മാക്കളെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ കാരുണ്യാണ് അത് പറയുന്നത് നമുക്കിവിടെ. കാരണം നമുക്കറിയാവുന്നതാണ് അല്ലെ, ഭഗവാൻ അവതരിച്ച് നമ്മൾ പറയും ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. കാരണം അവരെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. അത് നമുക്കുള്ളൊരു കാരുണ്യാണ് അത് ഭഗവാന്റെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रेमानंदे। हरि हरि बोल। हरे कृष्णा हरे कृष्ण।